ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് മാർക്കറ്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ തന്നിരിക്കുന്ന 2 ക്ലാസ്സാണ്. അതിൻ്റെ നോട്ട്സ് കുറച്ച് കുട്ടികൾ എനിക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും റിപ്ലൈ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് നോക്കി പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഏതൊക്കെ ഏരിയയിലാണ് മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അത് ഞാൻ 4 ക്ലാസിഫിക്കേഷനായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റിക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതേപോലെ ടു കമ്പനീസിന് പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുന്ന സമയത്തൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണുള്ളത്. അതേപോലെ ടു കൺസ്യൂമേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ ടു എക്കണോമി. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷനായിട്ടാണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കുക, ടു സൊസൈറ്റിക്ക് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് നോക്കുക. ഫസ്റ്റ് പോയിന്റ് നോക്കുക, പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ വർക്കുകളെല്ലാം നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പ്രൊമോഷൻ വർക്കുകൾ അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ വർക്കുകൾക്കോ നമുക്ക് എംപ്ലോയീസിനെ ആവശ്യമാണ്. അപ്പം എന്ത് ചെയ്തു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടും. അതാണ് ഫസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ്. സെക്കൻഡ് വൺ, റേസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ്സ് വാങ്ങുള്ളൂ. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ വാണ്ട്സ് എന്താണ്, അതനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റ് വാങ്ങുമ്പം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതേപോലെ ഇൻക്രീസ് ചെയ്യും. ദെൻ ക്രിയേറ്റ്സ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്, പ്ലേസ്, അതേപോലെ ടൈം, പൊസഷൻ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷനുള്ള ഏരിയ ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ ആ പ്ലേസ് യൂട്ടിലൈസ് ചെയ്യണം. അതേപോലെ ടൈം ആണെങ്കിലോ അവിടുത്തെ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതേപോലെ എന്തൊക്കെയാണോ യൂട്ടിലിറ്റി അതനുസരിച്ചിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ റെഡ്യൂസ് കോസ്റ്റ്, അതായത് ഒപ്റ്റിമം പ്രൊഡക്ഷൻ അറ്റ് മാക്സിമം കൺസംഷനാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എത്രത്തോളം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ സോഷ്യൽ പ്രോബ്ലംസ്, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ മേക്ക് ലൈഫ് ഈസിയർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ലൈഫും അതേപോലെ ഈസി ആയിരിക്കും. ലൈഫ് വേ ഈസി ആയിട്ട് വരും. ഇതാണ് അക്കോർഡിംഗ് ടു സൊസൈറ്റിയിൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം, പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ്, റൈസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ക്രിയേറ്റ്സ് യൂട്ടിലിറ്റീസ്, റെഡ്യൂസ് കോസ്റ്റ്, സോൾവ് സോഷ്യൽ പ്രോബ്ലംസ്, മേക്ക് ലൈഫ് ഈസിയർ. ഇപ്പോൾ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു കമ്പനീസിന് മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നോക്കുക. ഫസ്റ്റ് പോയിൻ്റാണ് ഹെൽപ്സ് ഇൻ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് അതേപോലെ സർവീസസിനൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ചെയ്യുക, അല്ലേ. അപ്പോൾ അങ്ങനെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു, ഏത് മീഡിയ, ഇപ്പം അഡ്വർടൈസിങ് ആണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ വർക്കുകളാണോ വഴി നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കും. അപ്പോൾ കസ്റ്റമേഴ്സ് വില്ലിങ് ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി. അങ്ങനെ ആ കമ്പനീൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ. സെക്കൻഡ് വൺ, ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ പ്ലാനിങ് അതേപോലെ അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, ഈ പ്രോസസ്സൊക്കെ ഈസി ആയിരിക്കും. ദെൻ ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിലും മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അയച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനമാണ് തീരുമാനിക്കുക അത് ഏത് വഴിയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നോക്കുന്നത് കമ്പനി ആയിരിക്കും. അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യുന്നത്, നമ്മളെ മാർക്കറ്റിംഗ് രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ ചാനൽ ഏതാന്ന് നോക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ, അതായത് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കിട്ടുന്ന അവയർനെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ്, അതൊക്കെ നമ്മളിങ്ങനെ ഡേ ടു ഡേ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അത് ആ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കൺസ്യൂമേഴ്സിന് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻസും മാർക്കറ്റിംഗ് വഴി ഈസിയാണ്. അതേപോലെ പിന്നത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ ഏൺ കമ്പനീൻ്റെ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ കൺസ്യൂമേഴ്സ് അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതേപോലെ ആ കൂടുതൽ ഡിമാൻഡ് പ്രോഡക്റ്റിന് വന്നു കഴിഞ്ഞാലും നമ്മുടെ
കമ്പനിയുടെ ഗുഡ് വിൽ അതുപോലെ ഇൻക്രീസ് ചെയ്യും. ഇതാണ് അടുത്ത പോയിന്റ്. ദെൻ അടുത്ത് നോക്കുക, അക്കോർഡിംഗ് ടു കൺസ്യൂമേഴ്സിന് എങ്ങനെയാണ് മാർക്കറ്റിംഗ് പോസിബിൾ ആണ്? നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത് കൺസ്യൂമേഴ്സിന് അറിയണം അല്ലേ? കൺസ്യൂമേഴ്സിന് അറിയാം മാർക്കറ്റിംഗ് വഴി. ഇപ്പോൾ ഒരു പരസ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആ പരസ്യം കണ്ടു കഴിഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താ. അപ്പോൾ പ്രൊവൈഡ്സ് ക്വാളിറ്റി പ്രോഡക്ട്സ്. ദെൻ പ്രൊവൈഡ്സ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് ആണെങ്കിൽ പല വെറൈറ്റി സോപ്പുകളും നമുക്കറിയാം. അപ്പോൾ അതെന്തായിരിക്കും ആ മാർക്കറ്റിംഗ് വഴിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവൈഡ്സ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. ദെൻ ഇംപ്രൂവ് നോളജ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഒരുപാട് എന്താ പറയുക വേസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് എന്താ നോക്കുക, ഓൺലൈൻ സെർച്ചിങ്ങാണ് ചെയ്യുക അല്ലേ? അപ്പോൾ അതേപോലെ എന്ത് ചെയ്യും, ഏത് വഴിയാണോ ഏത് രീതിയിലാണോ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നത് അത് മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സിന് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അറിയാനുള്ള ടെൻഡൻസി കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇംപ്രൂവ് നോളജ് ഓഫ് കൺസ്യൂമേഴ്സ്. ദെൻ ഹെൽപ്സ് ഇൻ സെലക്ഷൻ. കൺസ്യൂമേഴ്സിൻ്റെ ചോയ്സാണ് ഏത് പ്രോഡക്റ്റ് വാങ്ങണം. ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, വെറൈറ്റി ഓഫ് പ്രോഡക്ട്സിന് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചോയ്സാണ് ഏത് പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് വഴി നമുക്ക് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതാണ് അക്കോർഡിംഗ് ടു കൺസ്യൂമേഴ്സ്. ദെൻ അക്കോർഡിംഗ് ടു എക്കണോമി ബേസിൽ എന്താണ് എക്കണോമിക്ക് വരുന്ന ചേഞ്ചസ്, അല്ലെ എക്കണോമിയിൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണാണ് അവിടെ സേവ് ദ എക്കണോമി ഫ്രം ഡിപ്രഷൻ സ്റ്റേജിലേക്ക്, അതായത് ഡിമിനിഷിങ് സ്റ്റേജിൽ നിന്ന് കമ്പനീനെ സേവ് ചെയ്യാൻ, അല്ലെ എക്കണോമീനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു എന്താ പറയുക ഡിമാൻഡൊക്കെ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു താഴേക്കിടയിൽ നമ്മുടെ എക്കണോമി പോവുകയാണെങ്കിൽ കൂടുതൽ മാർക്കറ്റിങ്ങുകളും അതേപോലെ കൺസ്യൂമേഴ്സിന് പ്രൊമോഷൻ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എക്കണോമീനെ സേഫായിട്ട് ഡേഞ്ചറസ് സോണിൽ നിന്ന് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതാണ് സേവ്സ് ദ എക്കണോമി ഫ്രം ഡിപ്രഷൻ. പിന്നെ ഇൻക്രീസ് ഇൻ NI എന്നാണ് എഴുതിയത്, നാഷണൽ ഇൻകം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും, ജനങ്ങൾ എന്ത് ചെയ്തു കൂടുതൽ ആ മാർക്കറ്റിനെ കുറിച്ച് അറിയാനും ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുകയും ചെയ്തിട്ട് ജനങ്ങൾ കൂടുതൽ അത് വാങ്ങാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതുവഴി നമുക്ക് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ, മാക്സിമം കൺസംഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സൊസൈറ്റീൻ്റെ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യില്ല, കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്തോടും എക്കണോമിക് ഗ്രോത്ത് പോസിബിളാണ്. ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് പറഞ്ഞത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് നോക്കണം. നിങ്ങൾ എസ്സേ എഴുതുകയാണെങ്കിൽ അതിലൊക്കെ ആഡ് ചെയ്യേണ്ട ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യുക. 4 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 4 ഹെഡിങ്ങിൽ വരുന്ന സബ് പോയിൻറ്റ്സ് നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു ടോപ്പിക്കും കൂടിയാണ് പറയാൻ പോണത്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ്. എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഫിലോസഫി എന്താണ് വരുന്നത്? അതായത് കമ്പനി ഒരുപാട് ഫിലോസഫീസ് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റ് മാക്സിമം സെയിൽ നടത്താൻ, അല്ലെങ്കിൽ അത് പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവാനും വേണ്ടിയിട്ട് എന്താ പറയുക, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫിലോസഫീസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറയണത് എന്താണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിലീഫാണ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ് മാനേജ്മെൻറ്റിൻ്റെ, ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. എന്തിനു വേണ്ടിയിട്ട്, വിച്ച് ഗൈഡ്സ് ഇറ്റ്സ് മാർക്കറ്റിംഗ് എഫേർട്ട്. അവരുടെ മാർക്കറ്റിംഗ് എഫേർട്ട് ഏതൊക്കെ രീതിയിലൊക്കെ അവർക്ക് ഗൈഡ് ചെയ്യാം, അല്ലെ ഏതൊക്കെ രീതിയിലേക്ക് അവർക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ട്രഡീഷണൽ കൺസെപ്റ്റ്, സെക്കൻഡ് വണ്ണാണ് മോഡേൺ കൺസെപ്റ്റ്. അതായത് ഓൾഡ്, അതായത് പഴയ രീതിയിൽ നമുക്ക് വന്നിരിക്കുന്ന കൺസെപ്റ്റ്സും അതേപോലെ ഇപ്പോൾ പുതിയ രീതിയിൽ വന്ന കൺസെപ്റ്റ്സും. ഇതിൽ പഴയ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തൊരു 4 എണ്ണം പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് എക്സ്ചേഞ്ച് കൺസെപ്റ്റ്. ഈ എക്സ്ചേഞ്ച് കൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം അല്ലേ, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ടു ഗുഡ്സ് അല്ലേ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ്, അതായിരുന്നു ബാർട്ടർ സിസ്റ്റം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ എക്സ്ചേഞ്ച് കൺസെപ്റ്റും വരുന്നത്. എക്സ്ചേഞ്ച് കൺസെപ്റ്റ് പറഞ്ഞാൽ നമുക്ക് എന്താണോ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എന്താണോ അത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക, അതാണ് പ്രോസസ്സ് വരുന്നത്. അതായത് എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദ ബയ്യർ.
സെല്ലറും അതേപോലെ ബയ്യേഴ്സും തമ്മിൽ എന്ത് ചെയ്യണം, ആ രണ്ട് പേരും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക പ്രോഡക്ട്സ്. അതിനാണ് എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ് രണ്ടാമത്തത് പറയുന്നത്. ആ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എന്തിൻ്റെ മുകളിൽ, ഗുഡ്സ് വിച്ച് ആർ ഈസിലി അവൈലബിൾ അറ്റ് ലോവർ പ്രൈസ്. നമുക്ക് ഗുഡ്സ് നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അല്ലെങ്കിൽ ഒരു ലോവർ പ്രൈസിൽ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ നോക്കുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ നോക്കണം എത്രത്തോളം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ജനങ്ങൾക്ക് വാങ്ങാവുന്ന രീതിയിലുള്ള പ്രൈസാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് രണ്ടാമത്തത്. ദെൻ തേർഡ് വൺ ആണ് പ്രോഡക്റ്റ് കൺസെപ്റ്റ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി മസ്റ്റാണ് അല്ലേ. ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് അത് വാങ്ങുള്ളൂ. അപ്പോൾ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിങ്ങും അതേപോലെ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ കൺസ്യൂമേഴ്സ് ഈസി ആയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കൺസെപ്റ്റാണ് പ്രോഡക്റ്റ് കൺസെപ്റ്റ്. ലാസ്റ്റ് വണ്ണാണ് അതിൽ വരുന്നത് സെല്ലിംഗ് കൺസെപ്റ്റ്സ്. സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സെല്ലേഴ്സ് ആയിരിക്കും അവരുടെ എഫേർട്ട് അല്ലെ അവർ സെയിൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും എന്താണ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ സെയിൽ നടക്കുക. അപ്പോൾ അവരുടെ രീതി ഏതാണോ അതനുസരിച്ചിട്ട് കൺസ്യൂമേഴ്സും സാറ്റിസ്ഫൈഡ് ആകും. അതാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. ഇത് നാലുമാണ് നമ്മൾ ട്രഡീഷണൽ കൺസെപ്റ്റ്സിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ഹെഡിങ്ങിലേക്ക് പോവാം. അതാണ് മോഡേൺ കൺസെപ്റ്റ്. പുതിയതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയാണ് കൺസെപ്റ്റ്സ് വരുന്നത്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് നമുക്കറിയാം. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു മോഡേൺ കൺസെപ്റ്റായിട്ട് വരുന്നുണ്ട്. എന്തായിരിക്കണം, ഒരു ബിസിനസ് ഫേം എന്താ ചെയ്യുന്നത്, ഒരു മോഡേൺ കൺസെപ്റ്റ് ആയിരുന്ന സമയത്ത് എന്താണ് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ഡിസയർ എന്താണ്, അവർ ആഗ്രഹിക്കുന്ന പ്രിഫറൻസ് എന്താണ്, ഇതെല്ലാം എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിൽ വരുന്നത്. അതായത് കൺസ്യൂമേഴ്സാണ് അവിടുത്തെ റോൾ. കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അവരുടെ നീഡ്സ് എന്താണ്, അതനുസരിച്ചിട്ട് അതിനെ റിസർച്ച് നടത്തിക്കൊണ്ട് നമ്മൾ കൺസെപ്റ്റ്സ് ഫോളോ ചെയ്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിൽ വരുന്നത്. അതായത് കൺസ്യൂമറാണ് അവിടുത്തെ കീ, മെയിൻ അല്ലെങ്കിൽ സെൻട്രൽ ഹെഡ് എന്ന് പറയുന്നത് ആരാ, കൺസ്യൂമേഴ്സ് ആയിരിക്കും. കൺസ്യൂമർ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് സക്സസ് ആവും. അപ്പം അതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് വരുന്നത്. ദെൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രഡീഷണൽ കൺസെപ്റ്റും മാർക്കറ്റിംഗ് കൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ട്രഡീഷണലിൽ നമ്മൾ നോക്കുന്നത് എന്ത് ചെയ്യുന്നല്ലോ, പ്രോഡക്റ്റിനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന രീതി, അതാണ് നമ്മൾ ട്രഡീഷണൽ നോക്കുന്നത്. പക്ഷേ മോഡേൺ ആവുന്ന സമയത്തോ നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാ, കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും ആവശ്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ രണ്ടാമത്തതാണ് സോഷ്യൽ കൺസെപ്റ്റ്സ്. അപ്പം എന്താ പറയുക, സൊസൈറ്റി ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ നീഡ്സും വാണ്ട്സും ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് വരുന്ന എന്താണ് ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റിക്കുള്ള ഇൻട്രസ്റ്റ് അല്ലെ സോഷ്യൽ അവെയർനെസ്. ആ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിനെ കുറിച്ചുള്ള സോഷ്യൽ അവെയർനെസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എന്താ പറയുക എൻവിറോൺമെൻറ്റ് സിറ്റുവേഷൻ എന്താണ്, റിസോഴ്സസിൻ്റെ സ്കേഴ്സിറ്റി എന്താണ്, സോഷ്യൽ പ്രോബ്ലം എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ. അതാണ് സോഷ്യൽ കൺസെപ്റ്റ്സിൽ വരുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പുതിയൊരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് ആണ്. അതായത് അതിൽ പറയണത് എന്താ, റെക്കഗ്നൈസ് ചെയ്യുന്നത് എവറിത്തിങ് മാറ്റേഴ്സ് വിത്ത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സും. അതായത് എന്തൊക്കെയാണോ വരുന്നത്, മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്താണ്, പിന്നെ എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എന്താണ്, അതേപോലെ അതിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിന് എവറിത്തിങ് എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും ഉള്ള ഒരു ഡീറ്റെയിൽ. അപ്പം ഒരു കമ്പനീനെ ബേസ് എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ ഹൗ ഇറ്റ് എഫക്ട്സ് ടു മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, എംപ്ലോയീസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, അതേപോലെ കസ്റ്റമേഴ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, സൊസൈറ്റീനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹോളായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതാണ് അതിന് പറയുന്നത് എവറിത്തിങ് മാറ്റേഴ്സ്. എല്ലാ മാറ്റേഴ്സും അറിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കൺസെപ്റ്റ്സ് ആണെങ്കിൽ അതിനെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ്സ് എന്ന് പറയും.
അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിൽ വരുന്ന 2 പോയിന്റ്സ്, ട്രഡീഷണൽ കൺസെപ്റ്റ്സും അതേപോലെ മോഡേൺ കൺസെപ്റ്റ്സും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ കൺസെപ്റ്റ്സിൽ നമ്മൾ നോക്കുന്നത് പ്രോഡക്റ്റിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. ബട്ട് മോഡേൺ കൺസെപ്റ്റ്സ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ട്രഡീഷണൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യമേ വരുന്നുള്ളൂ. പക്ഷേ എന്താണ്, മോഡേണിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, മാക്സിമം പ്രോഫിറ്റാണ് നമ്മുടെ എയിം. പക്ഷേ അവിടെ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും കൂടെ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എടുക്കണം. അതേപോലെ ട്രഡീഷണലിൽ വരുന്ന എന്താ, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറവായിരിക്കും ട്രഡീഷണൽ വരുന്ന സമയത്ത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വരണം. കാരണം കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യണം. ഇതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ്. ഓക്കെ, താങ്ക് യു.